أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1099 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 1-2 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ 2 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂൻ നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പൊതുവായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഈ സൂറത്തിന്റെ പേര് അൽ മുഅ്മിനൂൻ എന്നാണ്. അത് വന്നിരിക്കുന്ന സ്രോതസ് 1-ാമത്തെ ആയത്ത് തന്നെയാണ് എന്ന് നമ്മൾ കണ്ടു. ഈ സൂറത്ത് അവതരിച്ചിരുന്നത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഏകദേശം മധ്യകാലത്തായിട്ടാണ് എന്നും മനസ്സിലാക്കിയിട്ടുണ്ടായി. ഈ സൂറത്തിന്റെ ഉള്ളടക്കം, അതിൽ പ്രതിപാദിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊരു ഏകദേശ ചിത്രം നമ്മൾ ഇന്നലത്തെ പ്രഭാഷണത്തിലും ചർച്ചയിലും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയുണ്ടായി. ഇനി ഈ സൂറത്തിന്റെ ഓരോ ആയത്തുകളും സൂക്ഷ്മമായിട്ട് പഠിക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള പരിപാടി. ഈ സൂറത്തിന്റെ ആദ്യത്തെ 2 ആയത്തുകളാണ് ഞാൻ ഇന്ന് കേൾപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ഉചിതമായൊരു രീതി ഒരു പക്ഷേ ആദ്യത്തെ 11 ആയത്തുകൾ ഒരുമിച്ച് വായിച്ച് ഉൾക്കൊള്ളുന്നതായിരിക്കും. പക്ഷെ അത് നമ്മുടെ സമയക്രമത്തിൽ 2-3 ദിവസം എടുത്തുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഞാൻ അതിനെ ചെറിയ യൂണിറ്റുകളായിട്ട് കൈകാര്യം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അൽ മുഅ്മിനൂൻ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ സത്യവിശ്വാസികൾ എന്നാണ്. അംന് എന്നതാണ് അതിന്റെ റൂട്ട് വേർഡ്. അംന് എന്ന് പറഞ്ഞ നിർഭയത്വം എന്നതാണ്. മനുഷ്യന് എല്ലാ നിലക്കും നിർഭയത്വം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനം അവനെ ഭയവിഹ്വലതയുള്ള ആളാക്കി മാറ്റുന്ന സകല ചോദ്യങ്ങൾക്കും സകല വിഷയങ്ങൾക്കും അവന് മനഃശാന്തി പകരുന്ന ഉത്തരം കിട്ടുക എന്നതാണ്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ എത്തിച്ചു തന്നിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനിലൂടെ അത് മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിലൂടെ നമ്മൾ കൈവരിക്കുന്നത്. അള്ളാഹു പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ച സത്യമാർഗം ഉൾക്കൊള്ളുമ്പോഴാണ് എല്ലാ അർത്ഥത്തിലുമുള്ള നിർഭയത്വം ആളുകൾക്ക് അനുഭവിക്കാൻ സാധിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിൽ വിശേഷിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ നേരിട്ടിരുന്ന തരം
അതിസങ്കീർണമായ മാനസികാവസ്ഥകൾ, വിശേഷിച്ച് രണ്ടാം ലോക യുദ്ധത്തിനെ തുടർന്നൊക്കെയുള്ളത് നമുക്കറിയാവുന്നതാണ്. ജീവിതത്തിന്റെ ശരിയായ സൂചന എന്താണ് ജീവിതം എന്നത് തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ പേരിൽ അവരനുഭവിച്ചിരുന്ന ഭയവിഹ്വലതകൾ, അസ്തിത്വവാദം എന്നോ അസംബന്ധവാദം എന്നോ ഒക്കെ, അതുപോലെ സന്ദേഹവാദം എന്നൊക്കെയുള്ള പേരുകളിലായിട്ട് അറിയപ്പെടുന്ന ആ ദിശാരാഹിത്യം വളരെ സങ്കീർണമായ ഒരു ജീവിത സാഹചര്യത്തെയാണ് അവർക്ക് നൽകുകയുണ്ടായത്. അതുകൊണ്ട് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, എന്തിനു വേണ്ടി പോരാടുന്നു അല്ലെങ്കിൽ പോരാടാതിരിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ധാരണയില്ല. വിജയിക്കുമ്പോൾ പ്രത്യക്ഷമായി ഭൗതിക കാര്യങ്ങളില്, ഭൗതിക മുന്നേറ്റങ്ങളില് ശ്രദ്ധേയമായ വിജയമുണ്ടാകുമ്പോൾ അവര് അതിന്റെ പേരിൽ ആഹ്ലാദിക്കുന്നു, അതാണ് വിജയം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്. ഇത് യൂറോപ്പിൽ നമുക്ക് പല ഘട്ടങ്ങളിലും കാണാൻ സാധിച്ച ഒരു സംഗതിയാണ്. അതൊരു യൂറോപ്പിൽ പരിമിതമായി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല. ശരിയായ ജീവിത ദർശനം ഉൾക്കൊണ്ടിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും എവിടെയും അനുഭവപ്പെട്ടിരുന്ന, അവർ നേരിട്ടിരുന്ന ഒരു പ്രതിസന്ധിയാണ് അത് എന്നത് എല്ലാവർക്കും ആ വിഷയം ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അമ്ന് വരുന്നത് തനിക്കൊരു സൃഷ്ടാവുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ്. ആ സൃഷ്ടാവും താനുമായുള്ള ബന്ധം വളരെ ഊഷ്മളമായതാണ്. എന്തൊരു ലക്ഷ്യത്തോടു കൂടിയാണോ തന്നെ സൃഷ്ടിച്ചയക്കപ്പെട്ടിട്ടുള്ളത്, ആ ലക്ഷ്യം ഞാൻ പൂർത്തീകരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരാൾക്ക് അമ്ന് അനുഭവിക്കാൻ സാധിക്കുക, നിർഭയത്വവും മനഃശാന്തിയും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുക. പ്രത്യക്ഷത്തിൽ അവർ വലിയ പ്രതിസന്ധികൾ നേരിടുന്നൊക്കെ ഉണ്ടാകാം. പക്ഷെ അവരുടെ അകം, അവരുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കും എന്ന് കാണാൻ കഴിയും നമുക്ക്. അത്തരം ചില കാഴ്ചകള് കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് നമുക്ക് മധ്യപൗരസ്ത്യ ദേശത്ത് നിന്ന് കാണാൻ സാധിക്കുകയാണ്. ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയ ഷഹാദത്ത് വരിച്ചതിനെ തുടർന്നുണ്ടായ പല രംഗങ്ങളും നമുക്ക് നമ്മുടെ കണ്ണിലേക്ക്, നമ്മുടെ ദൃഷ്ടിയിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള കൃത്യമായൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന മനഃശാന്തിയാണ്. കൊല്ലപ്പെടുമ്പോഴും ജീവൻ എടുക്കപ്പെടുമ്പോഴും ഒക്കെ തന്നെ വളരെ നിർഭയമായിട്ട് നിലകൊള്ളാൻ സാധിക്കുന്നു എന്നത്, നിർഭയത്വത്തോടു കൂടി സാഹചര്യങ്ങളെ നേരിടാൻ കഴിയുന്നു എന്നത്, പ്രതീക്ഷാ നിർഭരമായ ചില സ്വപ്നങ്ങൾ അവരിൽ അവശേഷിക്കുന്നു എന്നത് ഒക്കെ കാണാൻ കഴിയുമ്പോൾ എവിടുന്നാണ് ഈ അമ്ന് വരുന്നത്? ഇതുപോലെയുള്ള ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെ പോലും ഇത്ര കൂളായിട്ട്, ഇത്ര നിർഭയത്വത്തോടു കൂടി നേരിടാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന ഒരാലോചന ആരിലെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ അത് സ്വാഭാവികമായി രൂപപ്പെടുന്ന ഒരു ആലോചനയാണ്. അതിനുള്ള ഉത്തരവും ആ ഒരു ദൃശ്യത്തിൽ തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. അത് സത്യവിശ്വാസം പകർന്നു നൽകുന്ന നിർഭയത്വവും മനഃശാന്തിയുമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത് സംബന്ധമായ സുപ്രധാനമായ ഒരു കാര്യം. അൽ ജസീറ ടെലിവിഷനുമായി നടന്ന ഒരു ഇന്റർവ്യൂവിൽ
ഇസ്മായിൽ ഹനിയയോട് ഇന്റർവ്യൂ ചെയ്ത ആള് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര നിർഭയത്വത്തോടു കൂടി ഈ പാതയിൽ നിലകൊള്ളാൻ പറ്റുന്നത്? നിങ്ങളുടെ കുടുംബത്തിലെ ഒട്ടുമിക്ക പേരും അള്ളാഹുവിന്റെ മാർഗത്തില് രക്തസാക്ഷ്യം വരിച്ച ആളുകളാണല്ലോ. ഇത്രയും ഭീഷണമായ അല്ലെങ്കിൽ ദുർഭഗമായ എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നിട്ടും താങ്കൾക്കൊരു ചാഞ്ചല്യം ഉണ്ടാവുന്നില്ലല്ലോ എന്നാണ്. എന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങളൊരു പരീക്ഷ നേരിടുകയാണ് എന്ന് സങ്കല്പിച്ചു നോക്കൂ. അതിൽ ചോദിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകാൻ നിങ്ങൾ തയ്യാറായി വന്നതായിരുന്നു. സകല ചോദ്യങ്ങൾക്കും നിങ്ങൾ കൃത്യമായ ശരിയായ ഉത്തരം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് 100% ഉറപ്പാണ്. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക? സന്തോഷാഹ്ലാദങ്ങളാണോ അതല്ല നിങ്ങൾ വെപ്രാളപ്പെടുകയാണോ ഉണ്ടാവുക എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. രക്തസാക്ഷ്യത്തിന് മനസ്സുകൊണ്ട് ഉറച്ചിറങ്ങിയിരിക്കുന്ന സത്യവിശ്വാസ പാതയിലുള്ള ആളുകളുടെ മനോഘടന എന്താണ് എന്നതാണ് അത് വെളിപ്പെടുത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിലേക്ക് എത്തുന്നതിനുള്ള ഏക തടസ്സം അവരുടെ ജഡികത മാത്രമാണ്, ശരീരം മാത്രമാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതോടുകൂടി അവര് വിജയത്തിന്റെ അത്യുന്നതങ്ങളായ പദവികളിലേക്ക് എത്തിച്ചേരുകയാണ്. ആ ഒരു അവസ്ഥയില്, ആ ഒരു കണക്കുകൂട്ടലില്, ആ തികഞ്ഞ ബോധ്യത്തിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്നതാണ് യഥാർത്ഥത്തില് അമ്ന് എന്ന് പറയുന്നത്, നിർഭയത്വം എന്ന് പറയുന്നത്. ലോകത്തെ ഒരു ശക്തിയെയും അവർക്ക് ഭയം ഉണ്ടാവില്ല. ഒരു പ്രതിസന്ധികളെയും അവർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന, അവരെ വിരളി പിടിപ്പിക്കുന്നതായിട്ട് ഉണ്ടാവുകയില്ല. അവര് ജീവിക്കുന്നത് പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വേണ്ടിയാണ്. അവരുടെ മൃത്യു വരിക്കുന്നതും അവര് അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്. അതിന്റെ ആത്യന്തിക പരിണിതി എന്താണ് എന്നതിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന ദൗത്യം നിർവഹിച്ചുകൊണ്ട് 6-7 കൊല്ലങ്ങൾ പിന്നിട്ട ആ ഘട്ടത്തില്, അല്ലെങ്കിൽ 8-9 കൊല്ലങ്ങൾ പിന്നിട്ട ആ ഘട്ടത്തില് ആ ഒരു മാനസികാവസ്ഥയുള്ള ഒരു സമൂഹത്തെ മൗൾഡ് ചെയ്തെടുക്കുന്ന പ്രക്രിയയിലായിരുന്നു അള്ളാഹുവിന്റെ ദൂതൻ. അതിന് വേണ്ട പിൻബലമാവുന്ന, കൃത്യമായ അടിത്തറ നൽകുന്ന കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനില് ആ സന്ദർഭത്തിൽ അവതരിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോ ഈ സൂറത്തിന്റെ അവതരണ സന്ദർഭത്തില് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് വളരെയൊന്നും പിന്നിടുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടമാണ്. വഹി ഇറങ്ങുന്ന ഘട്ടത്തില്, ദൈവിക വെളിപ്പാടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹാവഭാവങ്ങളിലും ശരീരചേഷ്ടകളിലും ഒക്കെ സംഭവിക്കുന്ന മാറ്റം, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം എങ്ങനെയായിരുന്നു, ശരീരം ഏതു വിധത്തിലായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞ് വഹീന്റെ തൻസീൽ അവസാനിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിനെ പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. എനിക്കിപ്പോ 10 ആയത്തുകൾ അവതീർണമായി കിട്ടിയിട്ടുണ്ട്. അതിലുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി
പിന്തുടരുന്നവർ തീർച്ചയായിട്ടും വിജയം വരിക്കുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തില് അനുയായികളോടായിട്ട് പറയുകയുണ്ടായത്. അത് നമുക്ക് ഈ ആയത്തുകളിലേക്ക് തിരികെ വരാം. ഇവിടെ ഈ 1-ാമത്തെ ആയത്ത് മുതൽ 11-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഈ ഭാഗം പ്രത്യേകമായിട്ട് വിവരിക്കുന്നത് സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകളുടെ സവിശേഷതകളാണ്. ഈ ആയത്തുകൾ അവതരിക്കുമ്പോൾ ആ ആളുകളൊക്കെയും തന്നെ ആ സവിശേഷതകൾ ഉള്ളവരാണ് എന്നല്ല അതിന്റെ സൂചന. മറിച്ച് സത്യവിശ്വാസ മാർഗം വരിച്ചിട്ടുള്ള ആളുകൾ എന്തൊക്കെ സവിശേഷതകൾ ഉള്ളവരായിരിക്കണം എന്നത് പഠിപ്പിക്കുകയാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ. ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ മതി. ഒരാള് ആദ്യമായിട്ട് ഇസ്ലാമിന്റെ ജീവിതപാതയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അയാൾ ഒരു മുസ്ലിമായി ജീവിച്ചു തുടങ്ങുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതും ഇസ്ലാം ലക്ഷ്യമിടുന്ന ഒരു ജീവിത രീതിയിലേക്ക് അയാൾ എത്തുവാൻ ശ്രമകരമായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നതുമൊക്കെ നമ്മൾ ബാഹ്യമായിട്ടൊന്ന് നിരീക്ഷിച്ചാൽ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. കൊച്ചുനാളിൽ തന്നെ മാതാപിതാക്കളോടൊപ്പം നമസ്കരിച്ചും നോമ്പ് നോറ്റും ഒക്കെ ജീവിച്ച് ശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവയില് ആ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ആ ഡിസിപ്ലിനില് പറയത്തക്ക കൗതുകമൊന്നും അനുഭവപ്പെട്ടോളണമെന്നില്ല. എന്നാൽ ആദ്യമായിട്ട് സത്യമാർഗത്തിലേക്ക് കാലെടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന് എങ്ങനെ നിൽക്കണം എന്നത് പോലും ആർജിച്ചെടുക്കേണ്ട, പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെ നമസ്കാരത്തിൽ പാടുണ്ട്, എന്തൊക്കെ പാടില്ല എന്നത്, ശരീരം എങ്ങനെയായിരിക്കണം, മനസ്സെങ്ങനെയായിരിക്കണം എന്നതൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം ചില കാഴ്ചകൾ പിന്നിട്ട കാലത്ത് എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ചിത്രം മനസ്സിലുണ്ട്. ഇസ്ലാമിലേക്ക് വളരെ വ്യത്യസ്തമായ ജീവിത സരണികളിൽ നിന്ന് കടന്നു വന്നതിന് ശേഷം ആദ്യമായിട്ടൊരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് നമസ്കാരത്തിൽ ഏർപ്പെടുകയും റുക്കൂ ചെയ്യുകയും സുജൂദ് ചെയ്യുകയും ചെയ്യുന്ന ആ സംഭവം അത്യാഹ്ലാദകരമായ, അതേ സമയത്ത് കൃത്യമായി പരിശീലിച്ചെടുക്കേണ്ട ഒരു അനുഭവമായിട്ട് ആ നമസ്കാരം നിർവഹിക്കുന്ന ഒരാളെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. നമുക്ക് സത്യമാർഗത്തിലേക്ക് കടന്നു വന്ന ആളുകൾ ആദ്യമായി നിർവഹിക്കുന്ന നമസ്കാരം നിരീക്ഷിക്കാൻ അവസരം കിട്ടിയാൽ അത് നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. വളരെ വലിയൊരു ഡിസിപ്ലിനിലേക്കാണ് യഥാർത്ഥത്തില് നമസ്കരിക്കാൻ വേണ്ടി എണീറ്റ് നിൽക്കുമ്പോൾ ഒരാള് വരുന്നത്. ഒരുപക്ഷെ അതിനോട് തുലനം ചെയ്യാവുന്ന ഒരു ഡിസിപ്ലിൻ ലോകത്ത് സൈനികരുടെ റൂട്ട് മാർച്ചിലോ അല്ലെങ്കിൽ അവരുടെ മാർച്ച് പാസ്റ്റ് നടത്തുന്ന ഘട്ടത്തിലോ ഒക്കെ, പരിശീലന ഘട്ടത്തിലോ ഒക്കെ അവര് പിന്തുടരുന്ന ഒരു സംഗതിയായിരിക്കും ഉണ്ടാവുക. അപ്പോ ഇതൊരു സൈനിക ഒരുക്കം കൂടിയാണ്. നമസ്കാരം എന്ന് പറയുന്നത് മനസ്സിനെയും ശരീരത്തെയും സജ്ജമാക്കി വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഒരു ചിട്ടയിലും ക്രമത്തിലും കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. ഈ ആയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അള്ളാഹുവോട് പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ,
സത്യവിശ്വാസികൾ നിശ്ചയമായിട്ടും വിജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ ജീവിത സരണിയിൽ പ്രവേശിക്കുകയും ചെയ്ത കാരണമായിട്ട് മനഃശാന്തി അനുഭവിക്കുന്ന ഒരാള് അല്ലെങ്കിൽ അത്തരം ആളുകൾ അവര് വിജയം വരിച്ചിരിക്കുന്നു, വിജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അത് ഉപയോഗിച്ചിരിക്കുന്ന ഭൂതകാല ക്രിയയാണ്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. അത് അത്രയും സുനിശ്ചിതമായതുകൊണ്ടാണ് ഭൂതകാല ക്രിയയിൽ അള്ളാഹു ആ കാര്യം പറയുന്നത്. വിജയിക്കുമെന്നല്ല, വിജയിച്ചേക്കാം എന്നല്ല, വിജയിച്ചിരിക്കുന്നു നിശ്ചയമായിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ് എന്നുകൂടി ചേരുമ്പോ ഇംഗ്ലീഷിലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഒക്കെ പോലെയുള്ള ഒരു പ്രയോഗമായിട്ട് അത് മാറും. ഒരു സംഗതി അതിന്റെ പൂർണ്ണതയോടുകൂടി സംഭവിച്ചു കഴിഞ്ഞാലാണ് ഇംഗ്ലീഷിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുള്ളത്, അത് സൂചിപ്പിക്കാൻ വേണ്ടി. സമാനമായൊരു പ്രയോഗമാണ് ഇവിടെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, വിജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. വിശ്വാസത്തിലൂടെ തുമാനീനത്ത് നേടിയിട്ടുള്ള, മനഃശാന്തി നേടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിജയം അവരുടെ കാര്യത്തിൽ സുനിശ്ചിതമായതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞതിന് തുല്യമാണ്. അതാണ് ആ ആയത്തിന്റെ സൂചന. നേരത്തെ ഞാൻ പരാമർശിച്ച ഹമാസിന്റെ നേതാവിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒന്ന് മനനം ചെയ്യാവുന്നതേ ഉള്ളൂ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു നിശ്ചയമായിട്ടും. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ അഫ്ലഹ എന്ന വാക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ വാക്ക് വരുന്നത് ഫലാഹ് എന്ന റൂട്ടിൽ നിന്നാണ്. ഫലാഹ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഇതിന്റെ വിപരീത പദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പലയിടത്തും ഖസിറ എന്നും അതുപോലെ ഹുസ്റാൻ എന്നുമൊക്കെയാണ്. നഷ്ടം ഏറ്റുവാങ്ങിയിരിക്കുന്നു, പരാജിതനായിരിക്കുന്നു, പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ സൂചന. അപ്പോൾ സത്യവിശ്വാസികൾ ജീവിത വിജയം കൈവരിച്ചിരിക്കുന്നു, ജീവിത വിജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് പറയുമ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആളുകളുടെ മനസ്സിലെ ജീവിത വിജയം എന്താണ് എന്നതൊന്ന് പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ കാലത്തും നമ്മുടെ നാട്ടിലും അത് വ്യത്യസ്തമല്ല. സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ, വലിയ സാമ്രാജ്യങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചാൽ, വലിയ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് അങ്ങ് എത്താൻ സാധിച്ചാൽ അതാണ് വിജയം എന്ന് സങ്കല്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിജയം എന്ന് വെച്ചാൽ ഭൗതിക ജീവിതത്തിലെ നേട്ടമാണ്, സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റമാണ്, വലിയ ഉദ്യോഗം ലഭിക്കലാണ്, അതല്ലെങ്കിൽ രാഷ്ട്രീയമായ പദവികൾ എത്തിപ്പിടിക്കാൻ സാധിക്കലാണ്, മറ്റുള്ളവരെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്ന ഒരു കുഞ്ചിക സ്ഥാനത്ത് എത്തുന്ന ഒരു സംഗതിയാണ് വിജയം എന്ന് പറഞ്ഞാൽ എന്നൊക്കെ. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലും അഭ്രപാളികളിലൊക്കെ തന്നെയും വലിയ ഒരു ട്രെൻഡ് സെറ്റർ ഒക്കെ ആയി മാറുക എന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്ന, ആഴത്തില് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയായി മാറുന്നതൊക്കെയാണ് വിജയം എന്നാണ് നാം ജീവിക്കുന്ന സമൂഹത്തിലെ ഒട്ടുമിക്ക ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അള്ളാഹു അതിനെയൊക്കെ അങ്ങ് തഴഞ്ഞു മാറ്റിയിട്ട് പറയുന്ന കാര്യം, ഇത് നബിയുടെ കാലത്തുണ്ടായിരുന്നില്ല എന്നല്ല, സമാനമായ പലതും അക്കാലത്തുണ്ടായിരുന്നു. മക്കയിലെ പ്രമാണിമാരും പ്രഭുക്കന്മാരും ഒക്കെ അവരുടെ നിഗളിപ്പ് കാണിച്ചിരുന്നത് തന്നെ ഇത്തരം പല നേട്ടങ്ങളും അവർക്കായിട്ടുണ്ടായിരുന്നു എന്നതിന്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകള്
സമൂഹത്തിലെ ഏറ്റവും ദുർബലരും അശരണരും ദരിദ്രരും ഒക്കെയായ ആളുകളായിരുന്നു. അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ എതിർപക്ഷത്ത് നിലകൊണ്ടിരുന്ന ആളുകള് അതിശക്തന്മാരും വലിയ സ്വാധീനമുണ്ടായിരുന്ന ആളുകളും വലിയ സമ്പന്നരും തറവാടികളും ഒക്കെയായിരുന്നു എന്നതായിരുന്നു വസ്തുത. എന്നാൽ അവരെ ഒന്നും പരാമർശിച്ചുകൊണ്ടല്ല വിജയം നേടിയവർ എന്ന് അള്ളാഹു ഇവിടെ പറയുന്നത്. മറിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ആ മധു ആസ്വദിച്ചുകൊണ്ട് മനഃശാന്തി കൈവരിക്കാൻ സാധിച്ച ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും അവര് വിജയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോ വിജയം എന്നത് അതാണ്. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാലും അതിന്റെ സൂചന നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. എന്നിട്ട് അള്ളാഹു പറയുന്നത് ആരാണ് ഈ വിജയം വരിക്കുന്ന ആളുകൾ, അവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇതാണ് തുടർന്നുള്ള 10 ആയത്തുകളിലായിട്ട് അള്ളാഹു വിവരിക്കുന്നത്. ഒന്നാമത്തെ ആയത്തിൽ ആരാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തൊക്കെ പ്രത്യേകതകളുള്ള ആളുകളാണ്, എന്തൊക്കെ സവിശേഷതകൾ കാരണമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളാണ് ഈ വിജയം വരിച്ചവർ എന്ന വിധത്തിൽ അള്ളാഹുവിടെ പറഞ്ഞിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കപ്പെടുന്നത്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അതിൽ ഒന്നാമത്തേതായിട്ട് തന്നെ അള്ളാഹു എടുത്തു പറയുന്നത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരങ്ങളിൽ സ്വലാത്തില് വളരെ പ്രകടമായ ഭയഭക്തിയുള്ളവരാണ് ഈ ആളുകൾ. അവരുടെ നമസ്കാരങ്ങളെ ഭയഭക്തി നിറഞ്ഞതാക്കി മാറ്റിയ ആളുകളാണ് അവർ. അല്ലദീനഹും, ആ വിഭാഗം ആളുകൾ ആരാണത്? ഹും ഫീ സ്വലാത്തിഹിം, തങ്ങളുടെ സ്വലാത്തില് ഖാശിഊനായിട്ടാണ് കഴിയുന്നത്. ഖാശിഊൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഭയഭക്തി എന്നാണ് നമ്മൾ അത് വിവർത്തനം ചെയ്യാറില്ല. ഭയഭക്തിയുള്ള ആളുകൾ, അതിന്റെ വേറൊരു രൂപമാണ് ഖുശൂ. ഖുശൂ എന്ന വാക്കിന്റെ പല രൂപങ്ങളും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഖശാഅത്ത് തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ. മനസ്സും ശരീരവും ഒരുപോലെ അടക്കമുള്ളതായി മാറുക എന്നാണ് ഭാഷാപരമായിട്ട് അത് സൂചിപ്പിക്കുന്ന കാര്യം. ഇളക്കവും അനക്കവും ഇല്ലാത്ത, എല്ലാവിധ ചലനങ്ങളും നിന്നു കഴിഞ്ഞിട്ടുള്ള ആ അടക്കമുണ്ടല്ലോ, അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വിസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോ, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോ, റുക്കൂ ചെയ്യുമ്പോ ഒരാൾ കാണിക്കുന്ന അടക്കം ഒതുക്കം, അത് രണ്ടു നിലക്കുണ്ട്. ഭക്തി എന്ന് പറയുന്നത് ഇതൊക്കെ ചേരുമ്പോഴാണ്. ഭയഭക്തി എന്ന് പറയുന്നത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരുപോലെയുള്ള ഈ അടക്കം ഉണ്ടാകുമ്പോഴാണ്. ശരീരാവയവങ്ങളെ അനാവശ്യമായി പല ചേഷ്ടകളിലും ഏർപ്പെട്ടുകൊണ്ട്, ഇപ്പോ മുടി ചുരുട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ വസ്ത്രം അങ്ങനെ ചുരുട്ടി കയറ്റി വെച്ചുകൊണ്ടിരിക്കുക, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം അങ്ങനെ ചൊറിയുകയും മാന്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ശിരസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ കണ്ണുകളെ അനിയന്ത്രിതമായിട്ട് എല്ലാ ദിശയിലേക്കും അങ്ങനെ വിടുക, പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ചൊല്ലുന്ന കാര്യങ്ങൾ അത്യുച്ചത്തില് വളരെ അരോചകമായ വിധത്തിൽ ചൊല്ലുക, അല്ലെങ്കിൽ ഒരു അനുചിതമായ വിധത്തില് ആലപിക്കുന്ന, പാട്ടുപാടുന്ന പോലെ ആക്കി മാറ്റുക. ഇങ്ങനെ ഒരുപാട് നമസ്കാരത്തിന്റെ ഖുശൂവിന് ഭംഗം വരുത്തുന്ന പ്രത്യക്ഷത്തിലുള്ള ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഇതൊന്നും നമസ്കാരത്തിന് യോജിച്ച രീതികളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളതും ഹറാമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളതും ഒക്കെ ആയ കാര്യങ്ങളാണ് ഇതൊക്കെ. ശരീരം അനാവശ്യമായി നമസ്കാരത്തിലുള്ളതല്ലാത്ത ചലനങ്ങള് ശരീരത്തിൽ നിന്നുണ്ടാവുന്നത്, അത് ഇടത്തോട്ടും വലത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, കഴുത്തിങ്ങനെ ആട്ടി തല
എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്, തല മേലോട്ടും താഴോട്ടുമായിട്ട് അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇതൊന്നും നമസ്കാരത്തിന് ചേരുന്ന ഒരു ശരീര ചേഷ്ടയല്ല. നമസ്കാരത്തിൽ ഉണ്ടാവേണ്ടത് ശരീരത്തിന്റെ പൂർണ്ണമായ അടക്കമാണ്. നമസ്കാരത്തിന്റെ ചലനങ്ങളല്ലാത്ത വേറെ ചലനങ്ങളൊന്നും നമസ്കാരത്തിൽ പാടില്ല. വളരെ അനിവാര്യമായ വല്ല സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചല്ല പറയുന്നത്. അത് അനുവദനീയമാണ് താനും. അപ്പോ അതിശക്തമായ അസ്വസ്ഥത അനുഭവപ്പെടുമ്പോ ഒന്നോ രണ്ടോ തവണ ഒന്ന് മന്തി പോകുന്നതോ ചൊറിഞ്ഞു പോകുന്നതോ അല്ല. അതേസമയത്ത് യാതൊരു ശ്രദ്ധയും കരുതലും ഇല്ലാത്ത വിധത്തില് നമസ്കാരത്തിന്റെ ആ ഏകാഗ്രതയിൽ നിന്ന് മനസ്സിനെ തെറ്റിക്കുന്ന വിധത്തിലുള്ള മാന്തലും ചൊറിയലും നമസ്കാരത്തിന് ഭംഗം വരുത്തുന്ന കാര്യമാണ്. അതുപോലെ തലയിളക്കി ആട്ടുന്നതും അതുപോലെ നൃത്തം ചെയ്യുന്ന പോലെ ശരീരത്തിനെ കുഴച്ചു മറിക്കുന്നതും ഒക്കെ അതൊന്നും നമസ്കാരത്തിന് ചേരുന്ന സംഗതിയല്ല. നമസ്കാരത്തിന്റെ ചില ചലനങ്ങളുണ്ട്. ആ ചലനങ്ങൾ മാത്രമേ നമസ്കാരത്തിൽ പാടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളത് പാടില്ല. അതുകൊണ്ട് ഈ വക സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമാക്കിയത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ ആറ്റിക്കുറുക്കിയിട്ടാണ് മദ്രസ പാഠപുസ്തകങ്ങളിൽ നമസ്കാരത്തിന്റെ ഷർത്തും ഫർളും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അതിന്റെയൊക്കെ സംഗ്രഹമായിട്ടാണ്. എന്തായാലും നമസ്കാരം എന്നത് ശരീരത്തിന്റെ ആട്ടമനക്കം നിർത്തിയിട്ട് ഒരു ഭയഭക്തി പ്രത്യക്ഷത്തിൽ തന്നെ ശരീരഭാഷയിൽ പ്രകടമാവുന്ന ഒരു അടങ്ങി ഒതുങ്ങൽ കൂടിയാണ്. ഖശഅത്തിൽ അബ്സാർ എന്നൊരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. കണ്ണുകളുടെ അടക്കം എന്ന്. അത് വേറൊരു സന്ദർഭത്തിൽ വേറൊരു ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രയോഗമാണ്. പലതും ചലനം അടങ്ങിയിട്ട് നിശ്ചലമായി മാറുന്ന ഒരു സംഗതി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഖശ എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ളത്. ശരീരത്തിന്റെ ഈ ആട്ടമനക്കങ്ങള് ഒന്ന് അടങ്ങി ഒതുങ്ങി നിശ്ചലമാവുന്ന ഒരു സംഗതി നമസ്കാരത്തിന്റെ പ്രത്യക്ഷത്തിൽ തന്നെയുള്ള ഒരു ശരീരഭാഷയാണ്. അതേപോലെ തന്നെ മനസ്സിനും അതുപോലെയുള്ള ഒരു ചിട്ടയും ഡിസിപ്ലിനും കൊണ്ടുവരല് നമസ്കാരത്തിന്റെ താല്പര്യമാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഖാശിഊൻ എന്ന ഒരു ഡിസ്ക്രിപ്ഷന് നമ്മളെ നമസ്കാരം യോജിച്ചതായി മാറുക. മനസ്സ് വ്യാപരിക്കുകയാണ് പലതിലേക്കും. പലവിധ ചിന്തകളെയും നമ്മളിങ്ങനെ കൈ കെട്ടിങ്ങനെ നിൽക്കുകയാണല്ലോ. അന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഓർക്കേണ്ട കാര്യങ്ങള്, ഇടപാടുകള് തുടങ്ങിയിട്ടുള്ള പലതും ആലോചിച്ച് അതിലേക്ക് മനസ്സിനെ അങ്ങനെ വ്യാപരിക്കാൻ വിട്ടാല് പിന്നെ കുറെ കഴിയുമ്പോഴാണ് മനസ്സിലാകുക നമസ്കാരം എവിടെയോ എത്തിയിട്ടുണ്ട്, ഞാൻ വേറെ എവിടെയോ ആയിരുന്നു, എവിടെയാണ് അവസാനിപ്പിച്ചത്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നത് പോലും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഓരോരുത്തരും എത്തിയിട്ടുണ്ടാവും. നമസ്കാരത്തിന് കൈ കെട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാറ്റിൽ നിന്നും ശ്രദ്ധ പിൻവലിച്ച് പൂർണ്ണമായിട്ടും സുജൂദിന്റെ പോയിന്റിലേക്ക് കണ്ണുകളെ വെച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രതയോടുകൂടി അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമസ്കാരം എന്നുള്ള പ്രക്രിയ. മനസ്സിന് പലതിലേക്കും അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? കൽബാണല്ലോ. കൽബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം. മനസ്സും അങ്ങനെ തന്നെയാണ്. അതൊന്നിൽ നിന്ന് ഒന്നിലേക്ക് അങ്ങനെ ഓരോ അസോസിയേഷൻ കാരണമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ നല്ല ശ്രമം നടത്തിയാൽ മാത്രമേ അങ്ങനെ പോകാതെ ഒരു സംഗതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുള്ളൂ. നമ്മളിപ്പോ ഒരു കവിത വായിക്കുകയോ വല്ലതും പഠിക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോ അതിന്റെ കൂടെ വേറെ വല്ലതും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയിൽ ഏകാഗ്രതയുള്ളതായി അതിന്റെ ആഴങ്ങള് തപ്പിയെടുക്കാൻ നമുക്ക് പറ്റാതെ ആകുന്ന ഒരു അനുഭവം ഉണ്ടാവും. മനസ്സ് പലതിലേക്കും പോവുകയാണെങ്കിൽ. അതേസമയത്ത് അതിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന നിമിഷങ്ങളിലാണ് നമുക്കത് കൃത്യമായിട്ട് ഗ്രഹിക്കാൻ സാധിക്കുക. ഇതേപോലെ തന്നെയാണ് നമസ്കാരത്തിന്റെയും കാര്യം.
മറ്റു പലതിലേക്കും ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലാണുള്ളത്, നമസ്കാരത്തിലല്ല ഉള്ളത്. തിരിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ അന്താളിക്കുക, അപ്പൊ ഇതെന്തൊരു നമസ്കാരമാണ്, ഞാനിപ്പോ എവിടെ എത്തിയിരുന്നത്, സുജൂദ് കഴിഞ്ഞോ, റുക്കൂ കഴിഞ്ഞോ, എത്ര റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടാനായോ ഇല്ലേ, ഇതൊന്നും അറിയാത്ത ഒരവസ്ഥയിൽ ചിലപ്പോൾ തിരിച്ചെത്തിനൊക്കെ വരും. ഇത് മനസ്സിന്റെ വ്യാപരിക്കുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ മനുഷ്യന് നല്ല ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ സാധിക്കും. പല അസോസിയേഷനുകളിലുമായിട്ടാണ് മനസ്സങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഒരു നിറം കണ്ടിട്ടുണ്ടാവും, ആ നിറം, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില മുഖങ്ങള്, ചില സിറ്റുവേഷൻസ്, ചില ഇമേജസ് ഒക്കെ മനസ്സിലേക്ക് അങ്ങനെ കടന്നു വരും. പിന്നീട് അതങ്ങനെ പോയി 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 എങ്ങോട്ടോ യാത്ര ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ സംഭവിക്കുന്നത് മനസ്സിനെ ഫോക്കസ് ചെയ്ത് ഒരു പോയിന്റില്, ഒരു ദിക്റില് ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ്. ആ ശ്രമം വളരെ ആവശ്യമാണത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം നമ്മൾ നിർവഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം എല്ലാ ശല്യങ്ങളിൽ നിന്നുമാണ് നമ്മൾ രക്ഷ തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ ദിക്റില് മനസ്സിനെ ഏകാഗ്രതയുള്ളതാക്കുന്നത്. അപ്പോ ഇതിനൊരൊറ്റ എൻഡേ ഉണ്ടാവുള്ളൂ. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. രണ്ട് അഗ്രം ഉണ്ടാവില്ല, ഒരുപാട് അഗ്രങ്ങൾ ഉണ്ടാവില്ല, ഒരൊറ്റ അഗ്രമേ ഉള്ളൂ. നമ്മളുടെ അറ്റൻഷൻ ഫോക്കസ്ഡ് ആയിരിക്കുന്നത് ഒരൊറ്റ പോയിന്റിലേക്കായിരിക്കണം. അപ്പോഴാണ് അത് ശ്രദ്ധാപൂർവമുള്ള നമസ്കാരമായി മാറും. എത്രത്തോളം നമ്മൾ ഇതിൽ വിജയിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും വലിയ പരാജയങ്ങളാവാറുണ്ട്, അതാണ് വസ്തുത. പക്ഷെ അതിനു വേണ്ടിയുള്ള, വിജയിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കൈകെട്ടിയങ്ങ് നിന്നിട്ട് മനസ്സിൽ വരുന്ന എല്ലാ തോന്നലുകളെയും നമ്മൾ വെൽക്കം ചെയ്ത് സ്വീകരിച്ചിരുത്തുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നമസ്കാരം ലക്ഷ്യം പ്രാപിക്കുന്ന ഒന്നായി മാറില്ല. പലതിലേക്കുമായിട്ട് മനസ്സങ്ങനെ വ്യാപരിക്കും. അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്കായിട്ട് മനസ്സങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നമസ്കാരത്തിൽ വളരെ പരിമിതമായിട്ട് മാത്രമേ നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ കെട്ടടങ്ങല് മനസ്സിന്റെ ഈ ഏകാഗ്രതയിലൂടെ ശരീരത്തിനെ ഡിസിപ്ലിൻ ചെയ്തുകൊണ്ട് മനസ്സിനെ ഒരു സംഗതിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ നമസ്കാരം, അപ്പോഴാണ് പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും അർത്ഥവത്തായി മാറുന്നത്. നമ്മള് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ തേട്ടങ്ങൾ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള തേട്ടങ്ങളായി മാറുന്നത് അപ്പോഴാണ്. അതിന് നല്ല പരിശ്രമം തന്നെ വേണം. ആത്മനിയന്ത്രണം നമ്മൾ സ്വയം പരിശീലിപ്പിക്കണം, നമ്മൾ ശീലിച്ചെടുക്കണം. അത് അപ്പോഴേ അത് നേടാൻ സാധിക്കുള്ളൂ. അതിന് വുളു നിർവഹിക്കുന്നത് അതിന്റെ ഭാഗമാണ്. നമസ്കാരത്തിന് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് അതിന്റെ ഭാഗമാണ്. അതുപോലെ ശരീരത്തിനും മനസ്സിനും നമസ്കരിക്കുന്ന സ്ഥലത്തിനും ഒക്കെ ശുദ്ധി ഉണ്ടാക്കാൻ നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. വസ്ത്രം ശുദ്ധിയുള്ളതാവണം, ശരീരം അതുപോലെ നമസ്കരിക്കുന്ന ഇടം ഒക്കെ ശുദ്ധിയുള്ളതാവണം. അതുപോലെ ഇപ്പോ നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അതിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിഞ്ഞ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും തന്നെ അള്ളാഹുവുമായുള്ള മുനാജാത്താണ്, അള്ളാഹുവുമായുള്ള സംഭാഷണമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മള് ഒരാളുടെ മുന്നിൽ വന്നിട്ട് സംസാരിച്ചു തുടങ്ങുകയാണ്. അപ്പോ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇയാള് എന്നോടാണ് പറയുന്നത്, ഞാന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് എന്നത്. അതല്ലെങ്കിൽ അയാൾക്ക് ഉടനെ മനസ്സിലാവും ഈ ഇവന് എന്തൊക്കെയോ ശ്രദ്ധിച്ചുകൊണ്ട് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇത് അള്ളാന്റെ മുന്നിലാണ് നമ്മൾ നിർവഹിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സാധാരണ മനുഷ്യന്റെ മുന്നില്, ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുന്നിലോ ഒരു മന്ത്രിയുടെ മുന്നിലോ ഒക്കെ ചെന്നിട്ട് നമ്മൾ ഒരു കാര്യം പറയാൻ വേണ്ടി ഒരുപാട് കാത്തു നിന്ന് കിട്ടിയ ഒരു അവസരമാണ്. ആ സമയത്ത് മനസ്സെവിടെയോ ആയിക്കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണെങ്കിൽ എന്താണ് അയാൾ ചെയ്യുക? നമ്മൾ ആട്ടി പുറത്താക്കും.
തല്ലി ഓടിക്കും. അങ്ങനെയൊക്കെയല്ലേ ചെയ്യാം. അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിന്ന് കൈകെട്ടിയിട്ട് ആ ഒരു കാര്യം പോലും ഓർമ്മയില്ലാത്ത ശരീരചേഷ്ടകളിലും മനസ്സിന്റെ വ്യാപാരത്തിലുമായിട്ടാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് എത്ര അതൃപ്തി ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ മനസ്സിലാവും നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എത്ര വലിയ വീഴ്ചകളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത് നിങ്ങളുടെ കാര്യം പറയല്ല, എന്റെ കൂടി കാര്യം തന്നെയാണ്. നമ്മൾ ഈ വീഴ്ചയിൽ നിന്ന് മുക്തമാക്കിയിട്ട് നമസ്കാരത്തെ സുരക്ഷിതമാക്കി മാറ്റാനുള്ള ഉദ്ദേശപൂർവമായ ശ്രമം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു ഇവിടെ പറഞ്ഞ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നതിലെ ഒന്നാമത്തെ ഘടകം നമ്മൾ പൂർത്തീകരിക്കുക. നമസ്കാരം എന്ന് പറയുന്നത് എന്താണ് എന്നത് നമ്മൾ അനുഭവിച്ചറിയുക തന്നെ വേണം. അത് ശരീരത്തിന്റെ ഒരു ഡിസിപ്ലിൻ ചെയ്യലാണ്, മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി നിർത്തലാണ് എന്നത് ആണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖുശൂ, അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി ഉള്ളവരായിരിക്കും അവര്. നമസ്കാരത്തിൽ ഖുശൂ കാണിക്കാൻ കഴിയുന്നവരായിരിക്കും അവര് എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. ഈ ഖുശൂ എന്ന് പറഞ്ഞ ആട്ടമനക്കം നിൽക്കലാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അത് ശരീരത്തിന്റെ മാത്രമല്ല, മനസ്സിന്റെ കൂടി ആട്ടമനക്കം നിൽക്കലാണ്. മറ്റു പലതിലേക്കും അങ്ങ് കയറൂരി വിട്ട അവസ്ഥയിൽ ശരീരാവയവങ്ങളും ഉണ്ടാകാൻ പാടില്ല, മനസ്സും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ് എന്ന ബോധത്തില് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് നമസ്കാരം. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ നമസ്കാരം ഉയർന്നു വരുമ്പോൾ അത് അങ്ങേയറ്റത്ത് ആസ്വാദ്യത തരുന്ന ഒരു കാര്യമാണ്. അതിനേക്കാൾ ആനന്ദം പകരുന്ന ഒരു അനുഭവം മനുഷ്യന് ജീവിതത്തിൽ വേറെ കണ്ടെത്തുക പ്രയാസമായിരിക്കും. അത്രയും ആനന്ദം തരുന്ന ഒരു കാര്യമാണ് നമസ്കാരം. ശുദ്ധിയായി വന്ന് അള്ളാന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് ആ ഒരു സംഗതിയിൽ ലോകം അങ്ങ് മറന്നു പോവുകയാണ്. നമ്മളെ തന്നെ മറന്നു പോവുകയാണ്. ആ മറവിയിലൂടെ അള്ളാഹുവിന്റെ സ്മൃതി മനസ്സിൽ നിറച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുമ്പോഴാണ് അത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന വിവരണത്തിന് യോജിച്ച വിധത്തിലുള്ളതായി മാറുക. ആ വിധത്തില് നമസ്കാരം നിർവഹിക്കുന്നവരായി മാറുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സത്യവിശ്വാസത്തിന്റെ പാതയിലേക്ക് നിലക്കൊള്ളുന്ന ആളുകൾ എന്ന നിലക്ക് അവന്റെ പ്രീതി നേടാൻ കഴിയുന്ന വിധത്തിലുള്ള സവിശേഷതകള് ആർജിക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.